രസഗംഗാധരം ആരുടെ കൃതിയാണ്? ഉത്തരം ജഗന്നാഥ പണ്ഡിതൻ. ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ് എന്നീ നോവലുകൾ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ചാൾസ് ഡീക്കൻസ്. കാവ്യദർശനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ദണ്ഡി. കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം കേളി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക? ഉത്തരം തളിര്. അപകടം എന്റെ സഹയാത്രികൻ ഈ ഓർമ്മ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം വി കെ മാധവൻകുട്ടി. ആർ കെ ലക്ഷ്മണന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ടണൽ ഓഫ് ടൈം. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഒരു കുരുവിയുടെ പതനം. കമ്മ്യൂണിസത്തെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവൽ എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം അനിമൽ ഫാം. ഉർവീസുര ചാപലം പുരുതെ പാരിൽ സർവവിദിതം കേവലം ഏത് ആട്ടക്കഥയിലേതാണ് ഈ വരികൾ? ഉത്തരം നളചരിതം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങ് മാറിക്കിടഷടാ ദുർഘട സ്ഥാനത്ത് വന്നു ശയിക്കുവാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. ഈ പ്രശസ്തമായ വരികൾ ഏത് തുള്ളൽ കൃതിയിലേതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. ചമയങ്ങളില്ലാതെ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം മമ്മൂട്ടി. സഫലം കലാപഭരിതം ആരുടെ കൃതിയാണ്? ഉത്തരം KPP നമ്പ്യാർ. സുരേന്ദ്രനാഥ ബാനർജി രചിച്ച പ്രശസ്തമായ കൃതി? ഉത്തരം എ നേഷൻ ഇൻ മേക്കിംഗ്. ഹരിത രാമായണം രചിച്ചത് ആരാണ്? ഉത്തരം VT ജയദേവൻ. മാർ ക്രിസോസ്റ്റോ മെത്രോപൊലിത്തയുടെ ഫലിതങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തിരുഫലിതങ്ങൾ. റെഡ് ഇന്ത്യൻ മൂപ്പനായ സിയാറ്റിൻ മൂപ്പന്റെ പ്രശസ്തമായ കൃതി? ഉത്തരം നിങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ. തമിഴ് സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി? ഉത്തരം അഖിലന്റെ ചിത്തിരപ്പാവി. യുദ്ധഭാഷണം എന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരുടെ ലേഖന സമാഹാരമാണ്. ആരാണ് അവർ? ഉത്തരം അരുന്ധതി റോയ്. ആൽക്കമിസ്റ്റിന്റെ രചയിതാവ്? ഉത്തരം പൗലോ കൊയ്ലോ. ഒരു ജ്ഞാനപീഠ ജേതാവിന്റെ കൃതിയാണ് ആരണ്യത്തിന്റെ അധികാരം. ആരാണ് എഴുത്തുകാരി? ഉത്തരം മഹോഷേത ദേവി. ശിവാജി സാവന്തിന്റെ പ്രശസ്തമായ നോവൽ? ഉത്തരം കർണൻ. മുൻ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയുടെ നോവൽ? ഉത്തരം കൊട്ട. മധുരാപുരി, ഭീമസേനൻ, മായാമുരളി എന്നീ പ്രസിദ്ധ നോവലുകൾ രചിച്ചത് ആരാണ്? ഉത്തരം കുലപതി KM മുൻഷി. VS ഖണ്ഡക്കർ രചിച്ച യയാതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം P മാധവൻ പിള്ള. നരേന്ദ്രപ്രസാദ് രചിച്ച നാടകം? ഉത്തരം സൗപർണിക. ചിത്രമെഴുത്ത് തമ്പുരാന്റെ കഥ രാജാ രവിവർമ്മ എന്ന നോവലിലൂടെ ആഖ്യാനം ചെയ്തത് ആരാണ്? ഉത്തരം രഞ്ജിത്ത് ദേശായി. ഹാജിയർ ഹ്യൂവിന് ശേഷം ഹൂ എന്നീ നർമ്മകഥകളുടെ കർത്താവ്? ഉത്തരം VKN. കൈനിക്കര കുമാരപിള്ള രചിച്ച നാടകം ഏതാണ്? ഉത്തരം കാൽവരിയിലെ കൽപ്പപാദം. ജുറാസിക് പാർക്ക് എന്ന സ്റ്റീവൻ സ്പിൽബർഗ് ചിത്രം അതേ പേരിൽ രചിച്ച ഒരു നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. പ്രശസ്തമായ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിപ്റ്റൺ. ഗോദേ കാത്ത് എന്ന നാടകം വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കടമ്മനിട്ട. ഹാംലെറ്റ്, 12-ാം രാവ്, ഒഥല്ലോ, ജൂലിയസ് സീസർ, വെനീസിലെ വ്യാപാരി, ടെമ്പസ് മുതലായവ ഏത് ലോകോത്തര സാഹിത്യകാരന്റെ നാടക കൃതികളാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. റസ്കിൻ രചിച്ച അൺടു ദി ലാസ്റ്റ് ഏതു പേരിലാണ് ഗാന്ധിജിയെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം സർവോദയ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലായ പാറപ്പുറം രചിച്ചത് ആരാണ്? ഉത്തരം K നാരായണക്കുരുക്കൾ. സാത്താനിക് വേഴ്സസ് ദി മൂർസ് ലാസ്റ്റ് എന്നീ വിവാദ നോവലുകളുടെ രചയിതാവ്? ഉത്തരം സൽമാൻ റുഷ്ദി. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ആത്മകഥ? ഉത്തരം സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട്.
കേരളത്തെപ്പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം? ഉത്തരം ഐതരേയാരണ്യം. നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രത്തിന്റെ ആസ്പദമാക്കിയ ടിയുടെ കഥ? ഉത്തരം പള്ളിവാളും കാൽച്ചിലമ്പും. ആരുടെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര? ഉത്തരം പി വീരേന്ദ്രകുമാർ. എത്ര വിദേശ ഭാഷ വിജ്ഞാനനാകിലും മർത്തിന് തൻ ഭാഷയെന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ, ശക്തിമത്താക്കിയ ഹൃദയകരത്തെ വെളിപ്പെടുത്താൻ എന്ന് പാടിയ കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. ഓർത്താൽ വിസ്മയം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം ഹൈദരാലി. നൊബേൽ സമ്മാനവും ഓസ്കാർ അവാർഡും നേടിയ ഏക വ്യക്തി? ഉത്തരം ബർണാഡ് ഷാ. അമ്മയ്ക്കൊപ്പം വളർത്തിടും അച്ഛനുമൊപ്പം ഹിതം തരും വേളിക്കൊപ്പം സുഖിപ്പിക്കും വിദ്യാസർവർദ്ധ സാധകം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യർ. പറങ്കിപ്പടയാളി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. അധ്യാത്മയുദ്ധം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി പരിണാമം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം MP നാരായണപിള്ള. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 500 സർഗങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ. പുരാണത്തിൽ യമധർമ്മൻ മനുഷ്യരുടെ ഗുണദോഷങ്ങൾ ഏതു പുസ്തകത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? ഉത്തരം അഗ്രസന്ധാനി. അഥർവവേദത്തിന്റെ കർത്താവ്? ഉത്തരം അഥർവരണൻ. കന്നഡ ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം മാസ്തി വെങ്കടാശ്വര അയ്യങ്കാർ.